ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കുട്ടി സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. സമൂസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇടത്തരം വലിപ്പത്തിൽ 2 കിഴങ്ങും 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഈ കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പ്, വെള്ളവും കൂടെ ഒഴിച്ച്, കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ച് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് മൂന്ന് വിസിലൊന്ന് വരട്ടെ. കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്തിരിട്ടിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ട് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം ഈ സമൂസയ്ക്കൊക്കെ എങ്ങനെയാണ് ഉടച്ചത്. കുറച്ച് തരിയുണ്ട്, കുറച്ച് തരിയോടുകൂടി നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനുള്ള പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ മതി. ഇതിലേക്കൊരു പകുതി സവാള അരിയാം. ഒന്ന് വാടി വെക്കാം. ഇതിലേക്ക് ഒരു 2 അരി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ചെറുതായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് വെളുത്തുള്ളി ഒന്നും കാണത്തില്ല. നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ ഇച്ചിരി നന്നായിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു പകുതി തക്കാളി, ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി. ചിക്കൻ ക്യൂബ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് പഴഞ്ഞ് വെക്കാം, എല്ലാം കൂടെ മിക്സായി വെക്കാം. സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചിട്ടിരിക്കുന്ന കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ, കുറച്ച് ചൂടൊന്ന് ആവണം. ഞാനിവിടെ സമൂസ ഷീറ്റിന് പകരം പപ്പടമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പപ്പടം നമുക്ക് ഇങ്ങനെ 2ആയിട്ട് മുറിക്കാം. ചെറിയ സമൂസയാണ്, ചെറിയ പപ്പടമായി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ. ഇങ്ങനെ മുറിക്കാം. മുറിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കുക. മസാല വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഒന്ന് ഒട്ടിക്കാം. ഞാൻ ലേശം മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ വെച്ച് ഇവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ? അതുപോലെ ഈ സൈഡിലും ഒട്ടിക്കാം. ചെറിയ പപ്പടം ആയതുകൊണ്ടേ കുറച്ച് അതിനകത്ത് കൊള്ളത്തുള്ളൂ കേട്ടോ. രണ്ട് സൈഡ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഒട്ടിക്കാം. അതിന് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൈദ ഇച്ചിരി ഇവിടെ തേച്ച് കൊടുക്കാം, സൈഡിലെല്ലാം.
തേച്ചിട്ട് ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മസാല വയ്ക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു പാക്കറ്റ് പപ്പടത്തിൽ ഞാനിത് നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. സമൂസ വറുക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് പുള്ളി വരും. തിരിച്ച് മറക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ കുട്ടി സമൂസ കണ്ടോ? നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. വൈകുന്നേരം സ്നാക്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കവർ പപ്പടമാണ് എടുത്തത് കേട്ടോ. ആ പപ്പടത്തിനുള്ള സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സമൂസയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സമൂസ ഷീറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സമൂസ ഷീറ്റ് വാങ്ങിക്കാനോ ഒന്നും പോകണ്ട. നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം.